അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അതിഭീകരമായ യുദ്ധ സാഹചര്യത്തിൽ തികച്ചും നിർണായകമായ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോകശക്തികളുടെ മുഴുവൻ ഉറക്കം കെടുത്താൻ തക്കവണ്ണമുള്ള അതിശക്തമായ തന്ത്രങ്ങളാണ് ഇറാൻ ഇപ്പോൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അമേരിക്കയും അതിൻ്റെ അഹങ്കാരം നിറഞ്ഞ സൈനിക ശക്തിയും തുടർച്ചയായി ഞെട്ടിച്ചുകൊണ്ട് വട്ടം കറക്കിക്കൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ പറയുകയൊന്നുമല്ല, കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, കോടികൾ വിലയുള്ള ആകാശ നിരീക്ഷണ സംവിധാനങ്ങൾ, ശത്രുക്കളുടെ കോട്ട തകർക്കാൻ കെൽപ്പുള്ള ആധുനിക ഡ്രോണുകൾ എന്നിവയെല്ലാം കൃത്യമായി ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ വമ്പൻ തിരിച്ചടികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേന എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ സൈന്യത്തെ പോലും പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പുറത്തു ലഭ്യമാകുന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ പക്കലുള്ള അത്ഭുതപ്പെടുത്തുന്ന ആയുധശേഖരവും സാങ്കേതിക വിദ്യയും കണ്ട് ശരിക്കും ഭയന്ന് വിറച്ചിരിക്കുകയാണ് അമേരിക്കയും ഡൊണാൾഡ് ട്രംപും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വെറും തുടക്കം മാത്രമാണെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്ക വീണ്ടും പ്രകോപനങ്ങളുമായി മുന്നോട്ട് വരികയും ഇറാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ആരംഭിക്കാൻ തുനിയുകയും ചെയ്താൽ ഇനിയും നിരവധി അത്ഭുതങ്ങളും സർപ്രൈസുകളും അവരെ കാത്തിരിപ്പുണ്ടെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്സി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഇറാന്റെ സൈന്യശേഷി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അവരുടെ ആയുധശേഖരണത്തിന്റെ കരുത്ത് എത്രത്തോളമാണ് എന്ന് ലോകത്തിന് കൃത്യമായി അറിയുകയും ചെയ്യാം. കാരണം അവർ ഓരോ തവണയും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വെറുതെ തള്ളുകയല്ല ചെയ്യുന്നത്, വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും വളരെ കൃത്യതയോടെ ആ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന കടുത്ത തീരുമാനങ്ങളാണ് ഇറാൻ എപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ആക്രമണം നടത്തുമെന്ന് ഇറാൻ ഒരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അത് വെറും വാക്കുകളിലൊന്നും ഒതുങ്ങുകയില്ല, അത് കൃത്യമായി പ്രാവർത്തികമാക്കുമെന്ന രീതിയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നതും. അങ്ങനെയാണ് ഇറാന്റെ ഇതുവരെയുള്ള ഒരു നിലപാടും ചരിത്രവും പറയുന്നത്. എന്തായാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അമേരിക്ക വീണ്ടും പ്രകോപനമില്ലാതൊരു ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ ഇതുവരെ ലോകം കണ്ടതിലും അധികം അതിശക്തമായിട്ടുള്ള കനത്ത പ്രതികരണം നേരിടേണ്ടി വരുമെന്നാണ് അരാക്സി തുറന്നടിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ നടത്തിയ പ്രത്യേക പരാമർശത്തിലാണ് അദ്ദേഹം അമേരിക്കൻ ഭരണകൂടത്തിന് ഈ ഒരു മാരക മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ ഇതല്ല നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇറാന്റെ പക്കലുള്ള നിഗൂഢമായ ആയുധശേഖരങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയേണ്ടത്. നമുക്കറിയാം അമേരിക്ക ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ തവണ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പലതവണയായിട്ട് അവർക്ക് യുദ്ധക്കളത്തിൽ നിന്നും നാണം കെട്ട് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടിക്കും, ഇപ്പോൾ തകർക്കുമെന്ന് പറഞ്ഞ് വലിയ വീരവാദം മുടക്കിയിട്ട് അവസാന നിമിഷം ആകുമ്പോഴേക്ക് പോലും അമേരിക്ക യുദ്ധത്തിൽ നിന്നും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നൈസായി പിൻവാങ്ങുന്ന പല കാഴ്ചകളും പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തത്തിൽ അമേരിക്ക വൻ പ്രതിസന്ധിയിലും പ്രശ്നത്തിലുമായിട്ടുണ്ടെങ്കിലും ഇറാന്റെ നിലപാട് അങ്ങനെയല്ല. ഇറാൻ ഏതിനെയും എന്തിനേയും നേരിടാൻ ശത്രുക്കളുടെ ഏത് വലിയ വെല്ലുവിളിയും തകർത്തെറിയാൻ സജ്ജമായിട്ടുള്ള അല്ലെങ്കിൽ അവർ സർവ്വസജ്ജമായി തന്നെ നിൽക്കുന്നതാണ് അവർ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിലെ ഏറ്റുമുട്ടലുകളിൽ നിന്നും ഇറാൻ നേടിയ വലിയ അനുഭവങ്ങളും പാഠങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളാക്കി മാറ്റുകയാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനിടെ മുജിതബ ഖമീനിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത പുതിയ തീരുമാനങ്ങളും കടുത്ത നിലപാടുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ കൈവശം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി ആയുധങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നിരവധി സർപ്രൈസുകൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഒരു കാര്യം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന അത്യാധുനിക ക്ഷമയുള്ള അല്ലെങ്കിൽ അത്യാധുനിക രീതിയിലുള്ള ആയുധശേഖരം അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത എന്നുള്ളത്. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാൻ വലിയ സാങ്കേതിക വിദ്യയൊന്നും പുറത്തെടുത്തിരുന്നില്ല. വളരെ ചിലവ് കുറഞ്ഞ സാധാരണ ക്രൂയിസ് മിസൈലുകളൊക്കെ വെച്ചായിരുന്നു അവർ തുടക്കത്തിൽ ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ശത്രുക്കൾ വീണ്ടും ഇസ്രായേലിനെ കെണിയിൽ വീഴുകയും ഇറാനെതിരെ മറ്റൊരു ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്താൽ പുതിയ യുദ്ധ ഉപകരണങ്ങളും അതുപോലെ അത്യാധുനിക രഹസ്യ രീതികളും ഉപയോഗിച്ച് പുതിയ യുദ്ധമുന്നണികൾ തന്നെ തുറക്കുമെന്നാണ് ഇറാന്റെ കരസേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമാനിയെ വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് മാത്രമല്ല, വർഷങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാന്റെ പക്കലുണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ഡസൻ ആയുധങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാന്റെ പക്കൽ അടുത്ത ഡസൻ മാരകായുധങ്ങൾ റെഡിയായി നിൽക്കുകയുമുണ്ട്. അതിന് ഇറാൻ ശത്രുക്കൾക്ക് നേരെ തൊടുത്തു വിട്ടാൽ മാത്രമേ ലോകത്തിന് അറിയാൻ സാധിക്കൂ അത് ഏതൊക്കെ തരത്തിലുള്ള
ആയുധങ്ങളാണ് എന്നുള്ളത്. അങ്ങനെ ഓരോ ഡസൻ വീതമാണ് ഇറാൻ്റെ കയ്യിലുള്ള ആയുധശേഖരം എന്ന് പറയുന്നത്. ആദ്യം ചിലവ് കുറഞ്ഞ സാധാരണ ആയുധങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് അതിലും വലിയ വില കൂടിയതും അത്യാധുനികമായ ആയുധങ്ങളാണ് ഇറാൻ പ്രയോഗിക്കാൻ കാത്തുവച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഇറാൻ സർവ്വസജ്ജമാണ്. ഇനി ലെബനനിൽ ഇസ്രായേൽ തുടർച്ചയായിട്ട് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഒരു കലുഷിതമായ പശ്ചാത്തലത്തിലേക്കാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നും ഒരു ശക്തമായിട്ടുള്ള പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ പരമാധികാരവും അതിർത്തിയും സംരക്ഷിക്കാൻ മുമ്പത്തെക്കാളും വലിയ ദൃഢനിശ്ചയത്തിലാണ് ഇറാൻ എന്ന് അവരുടെ സൈനിക കമാൻഡർ മേജർ അലി അബ്ദുല്ലാഹിയും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പിന് പിന്നിൽ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയോ തള്ളോ അല്ല ഉള്ളത്, മറിച്ച് അമേരിക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീമമായ സൈനിക നഷ്ടങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. എന്തായാലും ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും കൂട്ടരും ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അമേരിക്കയ്ക്ക് അവർ പ്രതീക്ഷിച്ചതിലും വലിയ വില നൽകേണ്ടി വരുന്നൊരു സൈനിക നീക്കമായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അതീവ രഹസ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിന് നയപരവും നിയമപരവുമായിട്ടുള്ള കൃത്യമായ വിശകലനങ്ങൾ നൽകുന്ന കോൺഗ്രനേഷണൽ സർവീസ്, അതായത് CRS പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏറ്റുമുട്ടലിനിടെ അമേരിക്കയ്ക്ക് കുറഞ്ഞത് 42 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വലിയ നഷ്ടങ്ങളുടെ കരിമ്പട്ടിക ഇത് തന്നെയാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും അജയ്യമായ അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നായിട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കപ്പെടുന്ന F-35A ലൈറ്റനിങ്, അതുപോലെ തന്നെ വലിയ വിമാനങ്ങളും 4 F-15E സ്ട്രൈക്ക് ഈഗൽ വിമാനങ്ങളും അതുപോലെ A-10 തണ്ടർബോൾട്ട് ആക്രമണ വിമാനവും, ഈ വിമാനങ്ങളെല്ലാം ഈ ഒരു തകർന്ന പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് അത്രയേറെ കൊട്ടിഘോഷിച്ച് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ എന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുകയും മറ്റു രാജ്യങ്ങളെ പേടിപ്പിക്കാൻ ഉപയോഗിക്കുകയും ചെയ്ത അമേരിക്കൻ വിമാനങ്ങൾക്കാണ് ഈ ഒരു വലിയ തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുന്നത്. ആ വിമാനങ്ങൾ ഇന്ന് തകർന്ന് തരിപ്പണമായി എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അഹങ്കാരം വീണ്ടും തകർന്നു പോവുകയാണ്. കാരണം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ പ്രതിരോധ കവചങ്ങളെപ്പോലും തുളച്ചു കയറുന്ന മാരക മിസൈലുകളും ആയുധോപകരണങ്ങളും ഇറാൻ്റെ പക്കൽ ഉണ്ട് എന്നാണ് ഈ സംഭവം അടിവരയിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കർ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിമാനങ്ങൾക്കും ഇറാൻ്റെ ആക്രമണങ്ങളിൽ കടുത്ത കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമായി പറയുന്നുണ്ട്. ആകാശ നിരീക്ഷണത്തിനും യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഉപയോഗിക്കുന്ന അതിപ്രധാനമായ E-3 സെൻട്രി വിമാനത്തിനും വലിയ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ആഘാതം സൃഷ്ടിച്ചത് അമേരിക്കയുടെ ഡ്രോൺ ശക്തിക്കേറ്റ വമ്പൻ തിരിച്ചടിയാണ്. അതായത് 24 MQ-9 റീപ്പർ ഡ്രോണുകളും ഈ അത്യാധുനിക MQ-4C ട്രൈറ്റൺ ഡ്രോണുകളും അമേരിക്കയ്ക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിരീക്ഷണത്തിനും കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾക്കുമായിട്ട് ലോകമെമ്പാടും വ്യാപകമായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്ന ഈ ഡ്രോണുകൾ അവരുടെ സൈനിക തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ്. അതിനാൽ ഇത്ര വലിയ തോതിൽ ഡ്രോണുകൾ നഷ്ടപ്പെടുന്നത് അമേരിക്കയുടെ ആഗോള സാങ്കേതിക ആധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിട്ടാണ് സകല സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ 2 MC-130J കമാൻഡോ, അതുപോലെ അത്തരത്തിലുള്ള വിമാനങ്ങളും HH-6W ജോളി ഗ്രീൻ 2 ഹെലികോപ്റ്ററുകളും ഈ യുദ്ധത്തിൽ നശിച്ചതായ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ചില വിമാനങ്ങൾ പൂർണ്ണമായിട്ടും കത്തിയമർന്നിരിക്കാമെന്നും ചിലതിന് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നുമാണ് റിപ്പോർട്ടുകളിലെ വിലയിരുത്തൽ. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിലും എത്രയോ ഇരട്ടി കൂടുതലായിരിക്കുമെന്നാണ് അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ തന്നെ ഇപ്പോൾ ആശങ്ക ഉയർത്തുന്നത്. കാരണം യുദ്ധകാല രഹസ്യവൽക്കരണം ഉള്ളതുകൊണ്ടും സൈനിക പ്രവർത്തനങ്ങളുടെ കൃത്യമായ ഉറവിടം തിരിച്ചറിയുന്നതിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അന്തിമമായ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. സാമ്പത്തിക നഷ്ടത്തിൻ്റെ കാര്യത്തിലും അമേരിക്ക ഇപ്പോൾ വൻ സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകം ഏകദേശം $2.6 ബില്യൺ ഭീമമായ പ്രത്യക്ഷ നഷ്ടം ഉണ്ടായിട്ടുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ തകർന്ന ആയുധ സംവിധാനങ്ങൾ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ ചെലവ് $7 ബില്യൺ മുകളിലേക്ക് പോകാമെന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത്. ചില നശിച്ച വിമാനങ്ങളുടെ ഉൽപ്പാദനം അമേരിക്ക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവ വീണ്ടും നിർമ്മിച്ചെടുക്കണമെങ്കിൽ പഴയ ഉൽപ്പാദന ലൈനുകൾ വീണ്ടും കോടികൾ മുടക്കി പ്രവർത്തിപ്പിക്കേണ്ട വല്ലാത്തൊരു ദുരവസ്ഥയിലേക്കാണ് അമേരിക്ക ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും E-3 സെൻട്രി വിമാനത്തിൻ്റെയും നഷ്ടം കാരണം ഒരു പഴയ E-7 വെക്ടൈൽ, അതുപോലെ തന്നെ അതായത് E-7 വെക്ടൈൽ പദ്ധതി വീണ്ടും പൊടി തട്ടിയെടുക്കാൻ അമേരിക്കൻ ഭരണകൂടം നിർബന്ധിതരായിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിലാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വീണ്ടും ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ അതിനൂതനമായ F-35 യുദ്ധവിമാനം വെടിവെച്ചിടുന്ന ആദ്യ രാജ്യം ഇറാനാണ് എന്ന വമ്പൻ അവകാശവാദമാണ് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്.
ഈ ഒരു പരാമർശം ഔദ്യോഗികമായി പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അതിൻ്റെ രാഷ്ട്രീയം സൈനികവുമായ സന്ദേശം ലോകത്തിന് വളരെ വ്യക്തമാണ്. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾ പോലും ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ശൃംഖലയ്ക്ക് മുന്നിൽ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരായിട്ടുള്ള ഈ അനാവശ്യ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്കും നേരെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടിട്ടുള്ളത്. ഇതോടൊപ്പം ലോകത്തെ മുഴുവൻ എണ്ണ ഗതാഗതത്തെയും നിയന്ത്രിക്കുന്ന അതിനിർണായകമായ ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ പിടിമുറുക്കാൻ ഇറാൻ നീങ്ങിയതോടെ, അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ പിടിമുറുക്കാൻ ഇറാൻ തുടങ്ങിയതോടെ ആഗോള എണ്ണ വിപണികളിൽ വലിയ വിള്ളലുണ്ടായി, അല്ലെങ്കിൽ വലിയ വിപണികൾ തന്നെ വല്ലാതെ വിറച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: അമേരിക്ക വീണ്ടും ഇറാനെതിരെ കനത്ത സൈനിക നീക്കത്തിന് മുതിർന്നാൽ ഈ മിഡിൽ ഈസ്റ്റ് പ്രവിശ്യ എത്ര വലിയൊരു മാരക യുദ്ധത്തിലേക്കായിരിക്കും നീങ്ങുക എന്നുള്ളത്. ഒരു പക്ഷേ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമോ എന്നുള്ള ഭീതിയിലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. കാരണം കാര്യങ്ങൾ അത്രത്തോളം വഷളായിക്കൊണ്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് നീങ്ങുന്നത്. എന്തായാലും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പുതിയ മുന്നറിയിപ്പുകൾ വെറുമൊരു പൊള്ളയായ ഭീഷണിയല്ല എന്ന് ഇതിനകം തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവർ അമേരിക്കയ്ക്ക് നൽകിയ വലിയ വലിയ സൈനിക സർപ്രൈസുകളുടെ ഒരു തുടർച്ചയായിട്ട് മാത്രമാണ് ലോകം ഇതിനെ കാണുന്നതും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനിയും ഇറാനെ വെല്ലുവിളിക്കാൻ, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കാനും നോക്കിയാൽ ഏത് നിമിഷവും ഇറാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുളം കലക്കിയ ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വഴി തേടി പോകുമ്പോൾ ഇവിടെ പശ്ചിമേഷ്യയിൽ വലിയൊരു തീയാണ് ആളിപ്പടരുന്നത്. യുദ്ധം തുടങ്ങി വെച്ചവർ സുരക്ഷിതരായി മാറി നിന്ന് ഇത് കണ്ടാസ്വദിക്കുമ്പോൾ അതിൻ്റെ കെടുതികളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള സാധാരണ രാജ്യങ്ങളിലെ ജനങ്ങളാണെന്നുള്ള വസ്തുത നമ്മൾ ഇനിയെങ്കിലും മറന്നു പോകരുത്.